എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ബൊറൂട്ടോയും ടീമും അവരാണെങ്കിൽ ഇപ്പൊ കാര്യമായിട്ട് ഡിസ്കഷനിലാണ്. ഷിക്കഡായി പറയും ഈ ആഴ്ച തന്നെ 7 പേരിലാണ് ആ ഒരു മോൺസ്റ്റർ പവർ അത് കയറി കൂടിയത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് ഭയങ്കര ഡേഞ്ചറാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ പപ്പയും സെവൻത്ത് ഒക്കാകെയും അവർ രണ്ടുപേരും ചേർന്ന് ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷനും അന്വേഷണവും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നാണ്. ഉടനെ ബൊറൂട്ടോ പറയും അതിനു മുൻപ് ഉറപ്പായിട്ടും എനിക്കത് കണ്ടെത്തിയേ പറ്റൂ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അവർ 3 പേരും സ്ട്രീറ്റിലൂടെ നടന്ന് മുൻപോട്ട് പോവാണ്. മീറ്റ്സിയ പറയും എനിക്ക് എപ്പോഴും ബൊറൂട്ടോയുടെ കൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഈ ടീം എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാവണം. അതിന് ബൊറൂട്ടോ നമ്മൾ അടുപ്പിച്ച് കുറച്ച് ദിവസമായി ലീവ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. വീട്ടിലറിഞ്ഞ അത് വലിയ കുഴപ്പമാവും. അങ്ങനെ ഒരു കാര്യമായിട്ട് സംസാരിച്ച് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഓരോരുത്തരും അവരുടെ വീടുകളിലേക്ക് പോവും. ബൊറൂട്ടോ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോഴായിരിക്കും ഹിനട്ടയാണെങ്കിൽ അവളുടെ വ്യാഹു കണ്ണൊക്കെ ഓപ്പൺ ചെയ്ത് കലിപ്പില് അങ്ങനെ കത്തി നിൽക്കുകയാണ്. ഹിനട്ട പറയും എനിക്ക് സ്കൂളിൽ നിന്ന് കോൾ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായി ക്ലാസ്സിലേക്ക് പോവാറില്ല എന്നാണ് നിന്റെ മാസ്റ്റർ എന്നോട് പറഞ്ഞത്. ഹിനട്ടയാണെങ്കിൽ മീറ്റ്സുകി ബൊറൂട്ടോയ്ക്ക് എഴുതി കൊടുത്ത ആ ലീവ് ലെറ്റർ അതവന് കാണിച്ചു കൊടുക്കും. അവിടെ അങ്ങനെ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ ഹിനട്ട ഇപ്പൊ ബൊറൂട്ടോയും കൂട്ടി ഷിനോ മാസ്റ്റർ അടുത്തേക്ക് വരും. മാസ്റ്റർ ചോദിക്കും മിറ്റ്സുകി, ഷിക്കഡ, ബൊറൂട്ടോ നിങ്ങൾ 3 പേരും മറ്റേതോ ലോകത്താണ്. ക്ലാസ്സിൽ കയറാതെ ലീവ് എടുത്ത് നിങ്ങൾ കറങ്ങി നടക്കുകയാണ്. അതിന് ബൊറൂട്ടോ പറയും ഞങ്ങൾക്ക് 3 പേർക്കും ഒരു സീക്രട്ട് കാര്യം ചെയ്യാനുണ്ട്. ഇതിന്റെ ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ 3 പേരും ലീവ് എടുത്തത്. ഷിനോയ്ക്കാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. ഈ പ്രായത്തില് നിങ്ങൾ പഠിക്കേണ്ട സമയമാണ്. മിഷൻ ഏറ്റെടുക്കാൻ നിന്റെ മുൻപിൽ ഇനിയും ഒരുപാട് സമയം ബാക്കിയുണ്ട്. ഇനി മുതൽ നിങ്ങളുടെ റെഗുലർ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് എക്സ്ട്രാ ക്ലാസ് ഉണ്ടാവും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് കലി കയറും. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞ് അവൻ ഫുൾ കലിപ്പില് അവന്റെ ഷാഡോ ക്ലൗൺ ബ്രേക്ക് ചെയ്ത് അവിടുന്ന് പോകും. ബൊറൂട്ടോ ആണെങ്കിൽ വീണ്ടും ഇപ്പൊ ഷിക്കഡായുടെയും മീറ്റ്സുകിയുടെ അടുത്തേക്ക് വരും. ഷിക്കഡായുടെ മുഖത്ത് അവന്റെ അമ്മ ആഞ്ഞടിച്ച പാട് അത് കണ്ട് ഇപ്പൊ ബൊറൂട്ടോ ഷോക്കാവും. മീറ്റ്സിയ പറയും ഞാൻ വളരെ പ്ലാൻ ചെയ്തെഴുതിയ ആ ലീവ് ലെറ്റർ അതെങ്ങനെ ലീക്കായി. ഉടനെ ബൊറൂട്ടോ അവൻ ഫുൾ കലിപ്പിൽ പറയും ഇത്രയും ബാഡ് ആയിട്ടുള്ള ഒരു ലീവ് ലെറ്റർ ഞാൻ കണ്ടിട്ടില്ല. കട്ട് ചെയ്താ ഇവിടെ ഹിനട്ട അവളാണെങ്കിൽ ഒരുപാട് വിഷമത്തിലാണ്. ഹിനട്ട പറയും ബൊറൂട്ടോ അവൻ എന്തൊക്കെയോ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ കാര്യങ്ങളൊന്നും എനിക്ക് നറൂട്ടോയോട് പൂർണ്ണമായിട്ടും പറഞ്ഞു മനസ്സിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ബൊറൂട്ടോ അവൻ എന്തെങ്കിലും അപകടത്തിൽ പോയി ചാടുമോ എന്നാണ് ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ പേടി. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ വീണ്ടും നമ്മുടെ ആൾക്കാർ കാര്യമായിട്ട് ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണ്. ഉടനെ ബൊറൂട്ടോ പറയും നമ്മൾ ഇങ്ങനെ ഇരുന്ന ഒന്നും നടക്കില്ല. എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോയി ആ ഡെവിൾ ഷാഡോയെ കുറിച്ച് അന്വേഷിക്കണം, അല്ലാതെ വേറെ വഴിയില്ല. ഇക്കടയ്ക്കാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. ഓൾറെഡി നമ്മൾ ഒരുപാട് ലീവ് എടുത്തു. ഇനി നമുക്ക് ലീവ് കിട്ടാൻ ഒരു ചാൻസും ഇല്ലാന്ന് പറയുമ്പോ ഷിനോ മാസ്റ്റർ ആളാണെങ്കിൽ ഇപ്പൊ എല്ലാവരെയും ഓരോ ടീമായിട്ട് പിരിക്കാൻ തുടങ്ങും. അതിനുശേഷം അവർക്ക് എല്ലാവർക്കും ഓരോ സ്പെഷ്യൽ ടാസ്കും കൊടുക്കാൻ അവരെ ഓരോരുത്തരായിട്ട് ഇപ്പൊ മുൻപോട്ടേക്ക് വിളിക്കും. എല്ലാവരും ഇപ്പൊ ഓരോ സ്ഥലത്തേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങും. ഷിക്കഡയും ബൊറൂട്ടോയും അവരിപ്പോ കാര്യമായിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. ഉടനെ ഷിക്കഡ അവൻ ബൊറൂട്ടോട് പറയും നമുക്ക് പറ്റിയൊരു മിഷൻ എന്റെ കയ്യിലുണ്ട്. ഈ സിറ്റി മുഴുവൻ ചുറ്റി നടക്കുന്ന അങ്ങനെ ഒരു മിഷൻ നമുക്ക് ചോദിച്ചു വാങ്ങിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള മോൺസ്റ്ററിനെ നമുക്ക് വളരെ വേഗം കണ്ടുപിടിക്കാൻ കഴിയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ 3 ആൾ സംഘം അവരിപ്പോ പോസ്റ്റ് ഓഫീസിലേക്ക് വരും. അവർ തെരഞ്ഞെടുക്കുന്ന ജോലി അതൊരു പോസ്റ്റ്മാന്റെ ആണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഗ്രാമത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലേക്കും കയറി ചെന്ന് അവിടെ എവിടെയെങ്കിലും ആ ഈവിൾ പവർ ഉണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് കഴിയും. പോസ്റ്റ്മാൻ ആണെങ്കിൽ ഇപ്പൊ എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. അതേസമയം പോസ്റ്റ് മാസ്റ്റർ അവർക്ക് കയ്യിൽ കെട്ടാനുള്ള ടാഗും മറ്റ് സാധനങ്ങളൊക്കെ കൊടുക്കും. അതിനുശേഷം നമ്മുടെ 3 ആൾക്കാരും ചേർന്ന് ആ പോസ്റ്റ്മാന്റെ കൂടെ ഓരോ ഭാഗത്തേക്ക് പോവാനായിട്ട് ആരംഭിക്കും. സിറ്റിയിലുള്ള മുക്കും മൂലയും അവര് അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. എവിടെയെങ്കിലും ആ ഈവിൾ പവർ ഉണ്ടോ, ആരെങ്കിലും ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുന്നുണ്ടോ എന്നായിരിക്കും അവർ ചെക്ക് ചെയ്യുക. പിന്നെ ഓരോ സ്ഥലത്തും അവർ പോസ്റ്റ് കവറും പാഴ്സൽസും ഒക്കെ തന്നെ ഡെലിവറി ചെയ്യും. നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ ഒരുപാട് ദൂരം നടന്ന് ഇപ്പൊ ഒരു വഴിക്കായി. ബൊറൂട്ടോ മെല്ലെ ബോറടിച്ച് ചുറ്റും നോക്കും. അപ്പൊ ദൂരത്തായിട്ട് നറൂട്ടോ എന്തോ ഒരു ചെറിയ ബിൽഡിങ് അത് ഇനാഗുറേറ്റ് ചെയ്യുന്നത് കാണും. ഉടനെ നറൂട്ടോ അവൻ ബൊറൂട്ടോയെ കണ്ട് ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. വാവ്, നിനക്ക് ഈ പോസ്റ്റ്മാൻ സ്റ്റിക്കർ അത് അടിപൊളിയായിട്ട് ചേരുന്നുണ്ട്. ഈ ബാഗും ലുക്കും ഒക്കെ നിനക്ക് ആപ്റ്റാണ്. നീ ഉറപ്പായിട്ടും ഈ ഒരു ജോലി അത് അടിപൊളിയായിട്ട് ചെയ്യണം. ഇതിന്റെ എല്ലാ കാര്യങ്ങളും നീ എക്സ്പീരിയൻസ് ചെയ്യണം. ഉടനെ പോസ്റ്റ്മാൻ ആണെങ്കിൽ ഇപ്പൊ നറൂട്ടോയെ കണ്ട് ഷോക്കാവും. നറൂട്ടോ 7th ഹോക്കാകെ. നറൂട്ടോ പറയും ബൊറൂട്ടോ അവൻ എന്റെ മകനാണ്.
അല്പം വികൃതിയൊക്കെ കൂടുതലാണ്, എങ്കിലും അവൻ പാവമാണ്. ജസ്റ്റ് അവനൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതിന് പോസ്റ്റ്മാൻ പറയും, കുഴപ്പമൊന്നുമില്ല, അവനെ ഞാൻ നോക്കിക്കോളാം. ഉടനെ നറൂട്ടോ അവന്റെ ക്ലൗണിനെ ബ്രേക്ക് ചെയ്ത് അവിടുന്ന് പോവും. പോസ്റ്റ്മാൻ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നീ ഹൊക്കാഗെ നറൂട്ടോയുടെ മകനാണല്ലേ? ബൊറൂട്ടോയ്ക്ക് ആണെങ്കിൽ ആളുടെ ചോദ്യം തീരെ ഇഷ്ടപ്പെടില്ല. ബൊറൂട്ടോ പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ലെറ്റേഴ്സ് ഒക്കെ ഡെലിവർ ചെയ്യാം. നമ്മുടെ പവർ ഉപയോഗിച്ച് നമ്മൾ വളരെ വേഗം ഇത് ഡെലിവർ ചെയ്യുന്നു പറഞ്ഞ് ഷിക്കഡയും മീറ്റ്സയെയും കൂട്ടി ബൊറൂട്ടോ പറന്നും ഓടിയും ചാടിയൊക്കെ ഇപ്പൊ ഓരോ ബോക്സുകളിലേക്ക് ലെറ്റർ ഇടാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ മെറ്റല്ലി, അവനാണെങ്കിൽ ഫയർ സ്റ്റേഷനിലായിരിക്കും വർക്ക് ചെയ്യുക. മറ്റൊരു ഭാഗത്ത് ഇവാബയും ടീമും അവരാണെങ്കിൽ ഇപ്പൊ ഫയർ വർക്സ് ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് വന്ന് പടക്കങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. കട്ട് ചെയ്ത നമ്മുടെ ചോച്ചോയും സാറുടെയും ടീമും അവരാണെങ്കിൽ ബൻ ഫാക്ടറിയിൽ വന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കാര്യമായി നോക്കി കണ്ടു പഠിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ബൊറൂട്ടോ അവനാണെങ്കിൽ ഇപ്പൊ ഒരു വാട്ടർ പ്യൂരിഫിക്കേഷൻ സെന്ററിലേക്ക് വരും. അവിടെയാണ് നമ്മുടെ ക്ലാസ് റെപ്പും ബാക്കിയുള്ള കുറച്ച് പെൺപിള്ളേരും വർക്ക് എക്സ്പീരിയൻസിന് വേണ്ടി എത്തിയിരിക്കുന്നത്. അതിനുശേഷം അവരോടും ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞ് നമ്മുടെ ചെക്കന്മാര് അവർ ഈസിയായി ലെറ്റേഴ്സ് ഒക്കെ ഡെലിവർ ചെയ്ത് പോസ്റ്റ്മാന്റെ അടുത്തേക്ക് ഇപ്പൊ വീണ്ടും തിരികെ എത്തും. ബൊറൂട്ടോ പറയും, ശരിക്കും ഈ ടാസ്ക് അത് അടിപൊളിയാണ്, ഞങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടമായി, സോ നിങ്ങളുടെ ലെറ്റർ കൂടെ ഞങ്ങൾ ഡെലിവർ ചെയ്യട്ടെ. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും മീറ്റ്സിയ അവൻ അവിടേക്ക് വരിക. മീറ്റ്സിയ ടെൻഷനായിട്ട് പാർക്കിന്റെ അവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ആ ഒരു മോൺസ്റ്റർ തന്നെയാണെന്നാണ്. സോ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടേക്ക് പോകണം. കട്ട് ചെയ്ത ഇപ്പൊ ഇൻസിഡന്റ് നടന്ന സ്ഥലം കാണിക്കും. അവിടെയാണെങ്കിൽ ഒരുപാട് പേര് പരിക്കൊക്കെ പറ്റി വീണ് കിടക്കാണ്. ഉടനെ സായി അവനിപ്പോ അവിടേക്ക് വരും. സായി ആണെങ്കിൽ ആ സ്ഥലം മുഴുവൻ കയറി ഇറങ്ങി പരിശോധിക്കും. അതിനുശേഷം ആ മനുഷ്യനിരുന്ന ആ ഒരു ബെഞ്ച് അതവൻ കാര്യമായിട്ട് ശ്രദ്ധിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ബൊറൂട്ടോ അവനും ടീമും ആണെങ്കിൽ ഓടി ഓടി അവിടേക്ക് വരികയാണ്. പക്ഷെ അവരവിടേക്ക് എത്തുമ്പോഴേക്കും ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും അവിടുന്ന് പോയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സായ് അവൻ നറൂട്ടോയുടെ അടുത്തേക്ക് വരും. സായ് പറയും, ഇതുകൂടെ ചേർന്ന് 8ാമത്തെ ആൾക്കാണ് ഇങ്ങനൊരു ഇൻസിഡന്റ് സംഭവിക്കുന്നത്. ഇതൊക്കെ നടക്കുന്നത് ഓൾമോസ്റ്റ് ആ അക്കാദമിയുടെ തൊട്ടടുത്ത് നിന്നാണ്. ഹാസറാമയുടെ സെല്ല് അതുപയോഗിച്ചാണ് ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത്. ഏതോ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്ന ഒരു ഫോർബിഡൻ ജിപ്സു അതാണ് മെയിനായിട്ടും ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. ആദ്യം എനിക്ക് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല, പക്ഷേ ഇത് കണ്ടപ്പോഴാണ് ഞാനിത് വിശ്വസിച്ചതെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഒടിഞ്ഞ മരത്തിൽ നിൽക്കുന്ന ഒരു ചെറിയ ചെടിയുടെ ഫോട്ടോ അത് സായ് ഇപ്പൊ അവർക്ക് കാണിച്ചു കൊടുക്കും. ഇത് കേട്ട് ഇപ്പൊ നറൂട്ടോയും ഷിക്കമരുവും അവർ രണ്ടുപേരും ഷോക്കാവും. സായ് വീണ്ടും പറയും, ഹാസറ സെൻസായുടെ ആ ഒരു പവർ അതുപയോഗിച്ച് അവർ ചക്ര പവർ അബ്സോർബ് ചെയ്യുന്നുണ്ട്, എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് സായ് ഇപ്പോ അവിടുന്ന് കടന്നു പോകും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നറൂട്ടോ അവൻ വീട്ടിലേക്ക് വന്ന് എന്തോ കാര്യമായിട്ട് അന്വേഷിക്കുകയാണ്. അപ്പൊ ഹിനട്ട റൂമിലേക്ക് വന്ന് നറൂട്ടോട് കാര്യം അന്വേഷിക്കും. ഉടനെ ഹിനട്ടയും നറൂട്ടോ പറഞ്ഞ് എന്തോ ഒരു കാര്യം അന്വേഷിക്കാൻ തുടങ്ങും. അങ്ങനെ അന്വേഷിച്ച സാധനമൊക്കെ അവര് കണ്ടെത്തി ഇപ്പോ ബൊറൂട്ടോയുടെ റൂമിലേക്ക് വരും. ഇവൻ ആകെ ഡിഫറെന്റ് ആയിട്ടാണ് വളർന്നു വരുന്നത്. ടൗണിലൂടെ ചുറ്റിക്കറങ്ങി ഒരു ലേസി ബോയ് ആയിട്ട് എന്നെ പോലെ തന്നെയാണ് ഇപ്പൊ ബൊറൂട്ടോ ഉള്ളത്. എനിക്ക് ഓൾറെഡി അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്നു വന്നതുകൊണ്ട് തന്നെ ബൊറൂട്ടോട് എങ്ങനെ സംസാരിക്കണം, അവൻ എങ്ങനെ കെയർ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല എന്ന് നറൂട്ടോ അവൻ ഹിനട്ടയോട് പറയും. ഉടനെ ഹിനട്ട പറയും, അതിന് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അവനെ മനസ്സിലാവും, അവന് നിങ്ങളെയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ബൊറൂട്ടോ ആൻറ്റിയും അവർ വീണ്ടും അവരുടെ ജോലിക്ക് വേണ്ടി പോസ്റ്റ് ഓഫീസിലേക്ക് വരും. അപ്പോഴായിരിക്കും നമ്മുടെ ചോച്ചോ അവളിപ്പോ ആ പോസ്റ്റ് മാസ്റ്ററെ അങ്ങനെ പിടിച്ച് കൊടയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഓർഡർ ചെയ്ത പൊട്ടറ്റോ ചിപ്സ് അത് ഇതുവരെ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവള് ബഹളം വെക്കാൻ തുടങ്ങും. ഉടനെ അവിടെ എത്തിയ ബൊറൂട്ടോ അവൻ കാര്യം അന്വേഷിക്കും. അവൾ വമ്പം കലിപ്പില് അവളുടെ പവർ ഉപയോഗിച്ച് ബൊറൂട്ടോയെ ലോക്ക് ചെയ്യും. പോസ്റ്റ് മാസ്റ്റർ ദേഷ്യപ്പെട്ട് പറയും, ഇന്നലെ നിങ്ങൾ 3 പേരും നിങ്ങളാണ് ലെറ്റേഴ്സും പാഴ്സലും ഒക്കെ ഡെലിവർ ചെയ്യാൻ പുറത്തേക്ക് പോയത്. സോ ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കാണ്. അതുകൊണ്ട് നിങ്ങൾ 3 പേരും ഇവിടെ ഇരുന്ന് സ്റ്റാമ്പ് ഒട്ടിക്കാനും സീല് വെക്കാനും മാത്രമുള്ള ജോലികളിൽ ഏർപ്പെട്ടാൽ മതി. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ടിവിയിൽ ഒരു ന്യൂസ് കാണിക്കും. വാട്ടർ പ്യൂരിഫിക്കേഷൻ സെന്ററിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായി എന്നായിരിക്കും ആ ന്യൂസിൽ പറയുക. ആ ന്യൂസ് കണ്ട് ടെൻഷനായി ബൊറൂട്ടോയും ടീമും അവരിപ്പോ അവിടേക്ക് ഉഷാറായിട്ട് ഓടും. കട്ട് ചെയ്ത നമ്മുടെ ക്ലാസ് ഹെഡ് അവളാണെങ്കിൽ ഒരുപാട് പരുക്കളൊക്കെ പറ്റി അവിടെ വീണ് കിടക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.